ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പട്ടുപാവാടയുടെ ഫുൾ ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് മെഷർമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്. ഒന്ന് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, രണ്ട് അതിൻ്റെ വേസ്റ്റ് റൗണ്ട് അഥവാ അരവണ്ണം. അപ്പം ഞാൻ തയ്ക്കുന്ന പാവാടയുടെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 35 ആണ്. ആൻഡ് വേസ്റ്റ് റൗണ്ട് 28 ആണ്. അപ്പം നമ്മൾ പട്ടുപാവാട തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ പ്ലീറ്റ്സ് ഇടണം, നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്ലീറ്റ്സ് ഇടണം, എങ്ങനെ പ്ലീറ്റ്സ് എടുക്കണം, എത്ര പ്ലീറ്റ്സ് എടുക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ആണ് ഇതിൽ കാണിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഏത് സ്കേർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ഫോമുല വെച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാണല്ലോ പ്ലീറ്റ്സ് എടുത്ത് പോകുന്നതിൻ്റെ. അപ്പോൾ ഈ ഒരു പുറമേ കാണുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പ്ലീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കണം, എത്ര എടുക്കണം, പ്ലീറ്റ്സ് ഇൻടേക്ക് എത്ര എടുക്കണം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ മെറ്റീരിയൽ ഒരു 3 മീറ്ററാണ്. അതിന് ഞാൻ 4 ഫോൾഡ് ആയിട്ടാണ് മടക്കുന്നത്. അപ്പം 4 ആക്കി മടക്കിയിട്ട ഒരു മെറ്റീരിയലാണെന്ന് നിങ്ങൾ കരുതുക. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ഇടണം. ഇത് എല്ലാത്തിലും എടുക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഫോമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ എനിക്ക് വേണ്ട ഈ ഒരു പ്ലീറ്റ്സ് അഥവാ പുറത്ത് കാണുന്ന ഒരു ഭാഗം, ഈ ഒരു ഭാഗം എനിക്ക് വേണ്ടത് 1.5 ഇഞ്ചാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ചാക്കാം, 1 ഇഞ്ചാക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 1.5 ഇഞ്ചുള്ള എൻ്റെ സ്കേർട്ടിന് എനിക്ക് എത്ര പ്ലീറ്റ് ഇൻടേക്ക് എടുക്കണം എന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോമുല എന്ന് പറയുന്നത് ഫോൾഡ് ഇൻറ്റു പ്ലീറ്റ്സ് ആണ്. അപ്പം പ്ലീറ്റ്, അപ്പോൾ 4 ഇൻറ്റു പ്ലീറ്റ് എന്താ 4 ഫോൾഡായി ഞാൻ മടക്കിയ കാരണം 4 പ്ലീറ്റ് 1.5. അപ്പോൾ എനിക്ക് കിട്ടുന്ന 6ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ 6 എന്ന ഇത് ആ മെറ്റീരിയലിൻ്റെ അറ്റം വരെ 6 ഞാനിങ്ങനെ അടയാളപ്പെടുത്തി പോവുകയാണ്. ഈ തുണിയുടെ അറ്റം വരെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം എനിക്ക് വേണ്ട പ്ലീറ്റ്സ് അത് 1.5ആണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇവിടെ 1.5 ചെറിയ ഒരു ലൈൻ എന്ന് പറയുന്നത് എൻ്റെ പ്ലീറ്റാണ്, പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ അളവാണ്. അത് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു വേലാണ് നമുക്ക് ഇതിൽ പ്ലീറ്റ്സൊക്കെ എടുക്കേണ്ടത്. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഒരു 2 ഇഞ്ച് വെച്ച് നോക്കാം. ഇപ്പോൾ ഇത് 1.5 ഇഞ്ചാണല്ലോ, അപ്പം കുറച്ചും കൂടി വീതിയിൽ വേണം നമുക്ക് പ്ലീറ്റ്സ് എടുക്കണം എന്നുള്ള ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് വീതിയിലെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പ്ലീറ്റ് ഇൻടേക്ക് എടുക്കാമെന്ന് നോക്കാം. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് 4 ഫോൾഡ് ആയിട്ടല്ല നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ മടക്കിയിടുന്നെങ്കിൽ 3 ഫോൾഡോ അല്ലെങ്കിൽ 2 ഫോൾഡോ ആണെങ്കിൽ ഈ ഫോൾഡിൽ 4 എന്ന് മാറ്റി നിങ്ങൾക്ക് അത് 3യോ 2ഓ എന്താണെന്ന് വെച്ചാൽ അതുപോലെ മാറ്റാം കേട്ടോ. ഇപ്പം ഞാനിവിടെ വീണ്ടും 4 ഫോൾഡായിട്ട് മടക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ 2 ഇഞ്ചാണ് എൻ്റെ പ്ലീറ്റ്സ് ആയിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ സീം അലവൻസ് സെയിം തന്നെ 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ വലിയ ലൈന് എനിക്ക് 8ആണ് ഇട്ട് കൊടുത്ത് പോകുന്നത്. അതിനുശേഷം എൻ്റെ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് 2 ആണ്. അത് ഇങ്ങനെ അടയാളപ്പെടുത്തി ചെറിയ ലൈനിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാൽക്കുലേഷൻ. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ ഞാൻ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സീം അലവൻസ് വിട്ടതിന് ശേഷം 1.5 ഇഞ്ച്, ഇതെൻ്റെ സ്കേർട്ടിൻ്റെ അളവാണ് കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. 1.5 ഇഞ്ച് ഇവിടെ വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നത് 6 ഇഞ്ചാണല്ലോ ഇൻടേക്കിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ തുണിയുടെ അറ്റം വരെ മീൻസ് മാർക്ക് ചെയ്ത് പോയതിന് ശേഷം ഈ 1.5 ഇഞ്ചിനെ ഇതിനോട് ചേർത്തത് 6 ഇഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഒരു മൊട്ട് സൂചി വെച്ചിട്ട് സെക്യൂർ ചെയ്ത് നിർത്തുക. ഈ സെയിം മെത്തേഡ് തന്നെ ഈ തുണിയുടെ അറ്റം വരെ ചെയ്ത് കഴിയുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ആ ഒരു സ്കേർട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഈ പ്ലീറ്റ് ഇൻടേക്ക് കൂടുന്നതിനനുസരിച്ച് സ്കേർട്ടിൻ്റെ ഭംഗി കൂടും. അതുപോലെ പ്ലീറ്റ്സിൻ്റെ മെഷർമെൻറ്റ്സ് കുറയുന്നതനുസരിച്ചും നല്ല ഭംഗിയുള്ള സ്കേർട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് ഞാൻ തയ്ക്കാൻ പോകുന്ന എൻ്റെ മെറ്റീരിയൽ.
ഇതൊരു 3 മീറ്റർ ഉണ്ട്. അപ്പോൾ ഞാനൊരു 34 ആണല്ലോ എൻ്റെ ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ ഞാനൊരു 35 അപ്പോൾ ഞാൻ 34-ൽ വെച്ച് നിർത്തി 4 ഫോൾഡായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 4 ഫോൾഡായി മടക്കി. അപ്പോൾ എനിക്ക് 29 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഓറഞ്ച് ലൈനില്ലേ, അതാണ് എൻ്റെ 6 ഇഞ്ച് ഇൻടേക്കിനായിട്ടുള്ള ലൈന്. അതിനുശേഷം സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, നീല ലൈനിൽ ഞാൻ ചെറിയതായിട്ട് 1.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ തുണിയുടെ അറ്റം വരെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു 1.5 ഇഞ്ചിനെ പിടിച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് ഈ ഒരു മുട്ടുസൂചി വെച്ചിട്ട് ഞാനിവിടെ കുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് താഴെ വരെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് അറ്റം വരെ വെച്ചിട്ട് താഴെ ഞാൻ മുട്ടുസൂചി വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നിൽക്കും. ഇപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചൊരു ടാസ്ക് പിടിച്ച പണിയാണ്. എന്നാൽ പോലും ഇത് വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ സ്കേർട്ടിൽ കിട്ടും. നല്ല ഭംഗിയായിരിക്കും സ്കേർട്ട് കാണാനും, ഇട്ട് കഴിഞ്ഞാലും ഒക്കെ ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്, അറ്റം വരെ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഈ സ്കേർട്ടിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഉള്ള കാരണം എനിക്ക് ഈ ഒരു പ്ലീറ്റ്സ് ഇടുന്നത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. കാരണം ഈ ഒരു ലൈൻ നേരെ നോക്കി പിടിച്ചാണ് ഞാൻ സ്റ്റിച്ച് ഈ പ്ലീറ്റ്സ് ഇട്ടുകൊണ്ടിരുന്നത്. പ്ലീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പ്ലീറ്റ്സ് എടുക്കുന്നതിലാണ് സ്കേർട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അയൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി ആ ഒരു പ്ലീറ്റ്സിനൊക്കെ അവിടെ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. അതിനെ ഒന്നുകൂടി ഭംഗിയാക്കി മാറ്റുകയാണ്. ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും അവോയ്ഡ് ചെയ്യരുത്. നമ്മൾ താഴെയുള്ള മുട്ടുസൂചി അഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ പ്ലീറ്റ്സിനെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി സ്കേർട്ടിൻ്റെ 2 ഭാഗം ഒന്ന് മടക്കി അടിക്കണം. 2 സൈഡ് മടക്കി അടിക്കണം. നെക്സ്റ്റ് ലൈനിങ് ആണ്. അതിനായിട്ടൊരു 2.5 മീറ്റർ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ട് ഞാനിങ്ങനെ റാൻഡമായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എടുത്തിട്ട് റോങ് സൈഡിലേക്ക്, അതായത് സ്കേർട്ടിൻ്റെ റോങ് സൈഡിലേക്ക് ഈ ഒരു ലൈനിങ്ങിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലൈനിങ്ങിന് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു എങ്ങനെ വേണമെങ്കിലും അങ്ങനെ പ്ലീറ്റ്സ് എടുക്കാം. അതിനുശേഷം നമ്മൾ ബാൻഡ് ഉണ്ടാക്കണം. ബാൻഡിനായിട്ട് ഞാൻ ഒരു 3 ഇഞ്ച് വീതിയിലും ആ ഒരു ലെങ്ത്തിലുള്ള ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കൂടെ ആ ലൈനിങ് മെറ്റീരിയൽ അതിന് മേലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബാൻഡ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്റ്റഡി ആയിട്ട് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ 2 സൈഡ് ഇവിടെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് ഈ ഒരു ബാൻഡിൻ്റെ നല്ല വശവും ഈ ഒരു സ്കേർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടും ഈ ബാൻഡിൻ്റെ മേലെ ഫിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ലൈനിങ്ങിന് പകരമായിട്ട് ഞാനിവിടെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ശേഷം നമ്മളിതാ മേലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലമില്ലേ, അവിടത്തേക്ക് മടക്കി വെച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പം ശ്രദ്ധിക്കുക, ചുളികൾ വീഴാത്ത രീതിയിൽ അടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് തേച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചുളിവുകൾ വീഴാത്ത രീതിയിൽ ഇതിൻ്റെ ബാൻഡ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഹൂക്കാണ് വെക്കുന്നത്. ഇനി 2 സൈഡും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് ഇത് ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം അടിച്ചിട്ടുണ്ടാവണം, ഉള്ളിലേക്ക് വെച്ച് അടിക്കണം. അതിന് ശേഷം നമ്മൾ ഇത്രയും ഒരളവിനാണ് ഞാൻ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് 2 ഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. ഇത്ര ഗ്യാപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ശേഷം നമ്മുടെ മുട്ടുസൂചിയൊക്കെ അഴിച്ചു മാറ്റുകയാണ്. സ്കേർട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 10 ഇഞ്ച് നീളത്തിൽ 3 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലെ മടക്കി നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു സ്റ്റെപ്പ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഹൂക്ക് കൊളുത്താനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഫിനിഷിങ്ങിന് വേണ്ടി ഫസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഹൂക്ക് കൊളുത്താനായിട്ട് 5 6 ഒരു കൊളുത്ത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. നമുക്കത് ലൂസും ടൈറ്റും ആക്കാനുള്ള രീതിക്കാണല്ലോ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ബാൻഡിൻ്റെ മേലെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഇത് തയ്ച്ചെടുക്കുകയാണ്. ഇതാ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഇതാണ് ഈ ഒരു ഹുക്കാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് സൂചി വെച്ചിട്ട് തയ്ച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. എന്നതിന് ശേഷം വലത്തെ ഭാഗത്ത് ഹൂക്കും ഇടത്തെ ഭാഗത്ത് ഈ ഒരു ബാൻഡും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ്. അപ്പോൾ സ്കേർട്ട് റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.